ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആഗോള സാഹചര്യങ്ങൾ മാത്രം തൃപ്തികരമല്ല. ഇന്നലെ US വിപണികളിൽ മാറ്റമില്ലാതെയും സമ്മിശ്രവുമായിട്ടായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. യൂറോപ്യൻ വിപണികളിലും ഇന്നലെ നഷ്ടമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും നഷ്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിൽ ഉണ്ടാവും. മാത്രമല്ല US FOMC മീറ്റിംഗിന് ശേഷമുള്ള മിനിറ്റ്സ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നിരക്കുകളിൽ മാറ്റമില്ലാതെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പലിശ നിരക്കുകൾ ഈ ഒരു വർഷം അവസാനമാകുമ്പോഴേക്കും 2 തവണ കുറച്ചേക്കും എന്നുള്ളൊരു സൂചന നൽകുമെങ്കിൽ കൂടിയും ഇപ്പോൾ തൽക്കാലം നിരക്ക് കുറയ്ക്കാനുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ആഗോള തലത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ, പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലുള്ള അന്തരീക്ഷങ്ങളെല്ലാം വിപണിയെ സ്വാധീനിച്ചേക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ നിരക്ക് കുറയ്ക്കേണ്ട എന്നുള്ളൊരു തീരുമാനം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്തു. US വിപണികളിൽ ഇന്നലെ സമ്മിശ്രമായാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇവിടെ ആഭ്യന്തര ഘടകങ്ങൾ തൃപ്തികരമാണെങ്കിൽ കൂടിയും ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള നീക്കം തന്നെയാണ് നമ്മുടെ വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. എങ്കിലും ചെറുകിട നിക്ഷേപകർ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് പലപ്പോഴും വിപണിയിൽ ഒരു വിൽപ്പന പ്രകടമായിരിക്കുന്നത്. എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരം ഒരു വിൽപ്പന ഒരു നിക്ഷേപ അവസരമായി കണക്കാക്കാവുന്നതാണ്. പ്രത്യേകിച്ചും മുൻനിര ഓഹരികളിൽ പലതിലും വലിയ തോതിലുള്ള ഒരു വിൽപ്പന നടന്നുകൊണ്ട് തന്നെ അത് മികച്ച ഓഹരികൾ തിരഞ്ഞെടുത്ത് നിക്ഷേപിക്കുന്നതിനുള്ള, പ്രത്യേകിച്ചും ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിക്ഷേപിക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ വിപണിയുടെ തുടക്കം നഷ്ടത്തിൽ തന്നെയായിരിക്കും. അത് വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് നീക്കവും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും ദിവസത്തിന് 2ാം പകുതി നിർണായകമായിരിക്കും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും. അവർ നിക്ഷേപം തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വീഴ്ചയുടെ പരിധി ഒരു പരിധിവരെ കുറയ്ക്കാനും കഴിയും. സാങ്കേതികമായി 25,000 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം മറികടന്ന വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ.